ഹലോ. ചെൽസി അവരുടെ കോച്ചായ എൻസോ മാരസ്കയെ സാക്ക് ചെയ്തിരിക്കുകയാണ്. ചെൽസിയിൽ മാനേജേഴ്സിനെ സാക്ക് ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ലെങ്കിലും ഓണർഷിപ്പ് മാറിയപ്പോൾ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ വർഷവും ഓരോ കോച്ച് വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് ചെൽസിയുടെ കോലം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2021 ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു. അതും അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ടീമായ മാഞ്ചസ്റ്റർ സിറ്റിയെ വളരെ സിമ്പിളായി വളരെ ഈസിയായി 1-0 തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു. ചാമ്പ്യൻസ് ലീഗ് അടിച്ച ശേഷം പുതിയ ഓണേഴ്സ് വരുന്നു. ചാമ്പ്യൻസ് ലീഗ് അടിച്ച തോമസ് ടുഷേൽ, അതായത് ഈ എറയിലെ മോഡേൺ എറയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചായ തോമസ് ടുഷേലിനെ സാക്ക് ചെയ്യുന്നു. അവിടുന്ന് മീഡിയോക്കർ മാനേജ്മെന്റ് ആയിട്ട് മീഡിയോക്കർ മാനേജേഴ്സിനെ ഹയർ ചെയ്യുന്നു. പെർഫോമൻസ് മോശമാവുന്നു. ഏതോ 2 കൊല്ലത്തേക്ക് ഏതോ ഗുഹയിൽ വനവാസത്തിന് പോയ അവസ്ഥയായിരുന്നു ചെൽസിൻ്റെ. അവിടുന്ന് ഇത് വീണ്ടും തിരിച്ചു വരുന്നു, പെർഫോമൻസ് ബെറ്റർ ആവുന്നു, ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വരുന്നു. ആരും പ്രതീക്ഷിക്കാതെ ശക്തരായ PSG അടിച്ച് ക്ലബ് വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നു. അവിടുന്ന് വീണ്ടും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നു. ഈ സീസണിലാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണയെ വളരെ ഈസി ആയിട്ട് അഗെയിൻ 3-0 സ്കോറിൽ തകർത്ത് തരിപ്പണമാക്കുന്നു. ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ആർസണലിനോട് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ചെയ്ത് ഈവൻ വിത്ത് 10 man ഒരാൾ കുറവായിട്ട് പോലും റെഡ് കാർഡിന് ശേഷം ഒരു 70 മിനിറ്റോളം നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ചെയ്ത് ഒരു 1-1 ഡ്രോ അടിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പെർഫോമൻസ് വീണ്ടും മോശമാവുന്നു. ഇപ്പോൾ വീണ്ടും മാനേജറായിട്ടുള്ള എൻസോ മാരസ്കയെ സാക്ക് ചെയ്യുന്നു. എന്താണ് ചെൽസിയിൽ സംഭവിക്കുന്നത്? ചെൽസിയിൽ ഇത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എന്താണ് ചെൽസിയിൽ സംഭവിക്കുന്നത്, വളരെ ബേസിക് ആയിട്ട് എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഐ ആം അശ്വത് ദേവൻ. Let's analyze some football. Welcome to Devan Lives. യൂറോപ്യൻ ഫുട്ബോൾ കണ്ട് ശീലിച്ച കാലം തൊട്ട്, അത് എന്നാണെന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയമായിരിക്കും. 2004-2005 ആ സീസൺ, അതായത് ചെൽസി ആയി മാറിയ സീസൺ, ആ കാലം തൊട്ടാണ് യൂറോപ്യൻ ഫുട്ബോൾ ഞാൻ കാണാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇപ്പോഴും വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള റിലീജിയസ്ലി ഫോളോ ചെയ്യുന്ന ഒരു ചെൽസി ഫാനാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്ര സുഖമുള്ള ഒരു മൈൻഡോട് കൂടിയല്ല ഈ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു കാരണങ്ങൾ, അതായത് ചെൽസി ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നേരിടുന്ന ഈ കാരണങ്ങൾ ചെൽസിയെ മാത്രമല്ല ഇനി അങ്ങോട്ട് പല ഫുട്ബോൾ ക്ലബ്ബുകളിലും ഈ ഒരു പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ഫുട്ബോൾ കോച്ചും ഫുട്ബോൾ ഫാനുമായിട്ടുള്ള ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ചെൽസി ടീമിൻ്റെ, അതായത് ഇപ്പോഴത്തെ ഓണേഴ്സിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ കോച്ചസും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതായത് ചെൽസിയിൽ വന്ന എല്ലാ കോച്ചസും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോച്ചസൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം. കാരണം ഇതുവരെ റോമൻ അബ്രമോവിച്ചിൻ്റെ ചെൽസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കപ്പടിക്കുക, വേറെ വർത്താനമൊന്നുമില്ല. കപ്പടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് വലിയ തലകൊമ്പത്തെ കോച്ചായാലും എല്ലാം അടുത്ത കൊല്ലം ഒഴിവാക്കുക, അടുത്ത കോച്ചിനെ കൊണ്ടുവരിക, പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സ് ആരൊക്കെയാണോ ABCD വന്നു, വീണ്ടും കപ്പടിക്കുക. ഇതായിരുന്നു റോമൻ അബ്രമോവിച്ചിന്. കാരണം പുള്ളി അഗെയിൻ ബില്യണയറാണ്, പുള്ളി ഓയിൽ റിച്ച് ബില്യണയറാണ്. പുള്ളിക്ക് പൈസ എന്ന് പറയുന്ന വിഷയമല്ല. പുള്ളി ചെൽസിനെ ഒരു പൈസ ഉണ്ടാക്കാവുന്ന ഒരു മിഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടോ അല്ല കണ്ടുള്ളത്. അത് വേറൊരു പ്രശ്നമാണ്. ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് ബിസിനസ്സാണ്, ബിസിനസ്സായിട്ട് കാണണം. പക്ഷെ പുള്ളി അങ്ങനെയല്ല കണ്ടിരുന്നത്. പുള്ളിക്ക് കപ്പടിക്കുക, പുള്ളിക്ക് ആ ഒരു പേരുണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം പുള്ളീൻ്റെ കയ്യിൽ നിന്ന് ചെൽസി വാങ്ങിയ ഈ പുതിയ ന്യൂ അമേരിക്കൻ ഓണേഴ്സ് അല്ലെങ്കിൽ ബ്ലൂക്കോ, ബെഗ്ഡാഡ് എഗ്ബാലി ആണെങ്കിലും ഫെലിസിയാനോ അല്ലെങ്കിൽ ടോഡ് ബോലി, ഇവരെയൊക്കെ രീതി, ഇവരും ബില്യണേഴ്സ് ആണ്, പൈസ അവർക്ക് പ്രശ്നമല്ല. പക്ഷേ ഇവരെ ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ബിസിനസ്സാണ്. അതായത് മെയിനായിട്ട് ഷെയർസ് ബിൽഡ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിളാക്കി തിരിച്ചെടുക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ബിസിനസ് ഒരു അമേരിക്കൻ മോഡലാണ്. അപ്പോൾ അതുമായിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ചെൽസിനെയും കാണുന്നത്. അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്ലേയേഴ്സിനെല്ലാം കൊണ്ടുവന്ന് കപ്പടിക്കുക എന്നുള്ളതിന് പകരം, അത്ര പൈസ കൊടുത്ത് പ്ലേയേഴ്സിനെ വാങ്ങുന്നതിന് പകരം അതേ ക്വാളിറ്റി വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിനെ വളരെ യങ് ആയിട്ട് എവിടെന്നെങ്കിലും സ്കൗട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ട് അവരെ ബിൽഡ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്ത് അതുവഴി നല്ലൊരു ടീമാക്കി കപ്പടിക്കുക എന്നുള്ളതായിരിക്കണം വേറെ ഉദ്ദേശം. പക്ഷേ ആ ഉദ്ദേശം ഇതുവരെ അങ്ങോട്ട് മുഴുവനായിട്ടില്ല. കാരണം അത് മുഴുവനാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അവിടെയാണ് ചെൽസിൻ്റെ പ്രശ്നം. ചെൽസി എന്ന് പറയുന്നത് ബ്രൈറ്റൺ പോലെയോ അല്ലെങ്കിൽ ബ്രെൻഫോർഡ് പോലത്തെ ഒരു മിഡ് ടേബിൾ ക്ലബ്ബ് അല്ല. ചെൽസി എന്ന് പറയുന്നത് ഒരു ചാമ്പ്യൻ ടീമാണ്. ഒരു ചാമ്പ്യൻഷിപ്പുകൾ എല്ലാ സീസണിലും കിട്ടാവുന്ന എല്ലാ
ടൈറ്റിൽസിനും വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൽ ഒന്ന് ഇമാതിരി പരിഷ്കരണം നടത്തുമ്പോൾ അതിന് ഒരു മയമുണ്ട്. ആ മയത്തിന്റെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ആ മയത്തിന്റെ പുറത്തേക്കാണ് കാര്യങ്ങൾ പോയത് കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 അല്ലെങ്കിൽ 2 ബില്യൺ ആണ് ഇവർ സ്പെൻഡ് ചെയ്തത്. 2 ബില്യൺ പൗണ്ട് അല്ലെങ്കിൽ $2 ബില്യൺ ആണ് ഇവർ കഴിഞ്ഞൊരു മൂന്ന് സീസൺ. അതുകൊണ്ട് റോമനൊക്കെ 10 കൊല്ലം കൊണ്ട് സ്പെൻഡ് ചെയ്ത് ആ പൈസ ഒരു 3 സീസണിൽ സ്പെൻഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. പൈസയല്ല പ്രശ്നം, പക്ഷേ ഇത് സ്പെൻഡ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതാണ്. ഭൂരിഭാഗവും ഇവർ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ട്രാൻസ്ഫർ സീസൺ മാത്രമാണ് ഇവർ വളരെ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ പിന്നാലെ പോയത്. അതും അത്ര വലിയ പെർഫോമൻസ് ഒന്നും അല്ല. അത് അടുത്ത പ്രശ്നം. അതിനുശേഷം ആദ്യത്തെ ഒരു ട്രാൻസ്ഫർ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ തൊട്ട് ഇവർ 18, 19, 16, 17 പ്രായത്തിലുള്ള കുട്ടികളെ, അവിടുന്ന് ഇവിടുന്ന് എത്ര കുട്ടികളെ കിട്ടുമോ അത്രയും കുട്ടികളെ കൊണ്ടുവരിക, മാക്സിമം യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം നല്ലതാണ്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു പോകുമ്പോഴാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോവുക. ഇപ്പോൾ ചെൽസി നോക്കുമ്പോൾ ചെൽസി എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിലെ അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ക്വാഡാണ് ആവറേജ് ഏജ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഏജ്ഡ് പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന പ്ലെയർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊസിനോ അഡറാബിയോ ആണ്. പുള്ളിയുടെ പ്രായം 26 ആണ്. 26 എന്ന് പറയുന്നത് ഒരു പ്രൈമിലേക്ക് എത്തുന്ന പ്ലെയറിന്റെ പ്രായമാണ് 26. അപ്പോൾ ഇവിടെ 26 ആളാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ. ബാക്കിയുള്ളവരൊക്കെ ഈ പ്രായം വളരെ കുറവാണ്. 18, 19, 20, 21 ഒക്കെ പ്രായമുള്ള പ്ലേയേഴ്സാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു വളരെ വലിയ കോൺട്രാക്ട്, ഒരു 5, 8, 9 കൊല്ലത്തെ കോൺട്രാക്ട് എടുത്ത് ആ കോൺട്രാക്റ്റിൽ ഇവർ ഓരോ സീസൺ ഒരു ട്രാൻസ്ഫർ ഫീ അമൗണ്ടിഫൈ ചെയ്ത് അതുകൊണ്ട് തന്നെ പേപ്പറിൽ ലാഭമാണ്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ യങ് പ്ലേയേഴ്സ് ആകുമ്പോൾ ഇവർക്ക് റീസെയിൽ വാല്യൂ കൂടും. അപ്പോൾ അഥവാ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിൽക്കുമ്പോഴും നമുക്ക് നഷ്ടമില്ലാത്തൊരു അല്ലെങ്കിൽ ലാഭത്തിൽ തന്നെ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓൺ പേപ്പർ പ്രോഫിറ്റിലാണ് കച്ചവടം നടക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ഗുണമാണ്. പിന്നെ യങ് പ്ലേയേഴ്സ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വൈഡ് നെറ്റ്വർക്കിൽ സ്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1-2 ജനറേഷണൽ ജംസിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ പോൾ പാമർ ഉണ്ട്, അല്ലെങ്കിൽ എസ്തവോ വില്യൻ ഉണ്ട്. അങ്ങനെ ഒരു എൻസോ ഫെർണാണ്ടസ് അല്ലെങ്കിൽ മോയിസസ് കസീഡോ പോലത്തെ പ്ലേയേഴ്സിന് നമുക്ക് കിട്ടും. പക്ഷെ അത് ഒരു കൈയിന്റെ വിരലെണ്ണാവുന്ന അത്രേ കിട്ടൂ. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് ചാവറ് പോലെ പ്ലേയേഴ്സാണ്. ഇതിൽ ആരൊക്കെ ഇപ്പോൾ ആക്ച്വലി ചെൽസിയിലുണ്ട്, എത്ര പേര് ലോണിൽ പോകുന്നുണ്ട്, ആരൊക്കെ ഇനി അടുത്ത കൊല്ലം വരാനുണ്ട് എന്നുള്ള കണക്കെടുത്താൽ തന്നെ 10-50 പ്ലേയേഴ്സിന്റെ മേലെയായി ഒരു ടീമിൽ. അപ്പോൾ അതിനകത്തൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ റീസെയിൽ വാല്യൂ കൂടും. അതുകൊണ്ട് പ്രോഫിറ്റിൽ തന്നെ എല്ലാ പ്ലേയേഴ്സിനെയും സെല് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേയേഴ്സ് ഇപ്പോൾ അഥവാ ഒരു അഗെയിൻ വേജ് സ്ട്രക്ചർ അത് മറ്റൊരു കാര്യമാണ്. 150,000 പൗണ്ട് ആണ് പെർ വീക്ക് മാക്സിമം വേജ് ആയിട്ട് ചെൽസി സൈനിങ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന് കൊടുക്കാൻ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മേലേക്ക് സാലറി വാങ്ങുന്ന ഒരു പ്ലെയറിന് ചെൽസി എടുക്കുന്നില്ല എന്നുള്ള ഒരു എഴുതപ്പെടാത്ത ഒരു നിയമം ചെൽസിയിലുണ്ട്. അതുപോലെ തന്നെ 25 വയസ്സിന് താഴെയുള്ള പ്ലേയേഴ്സിനെയാണ് നോക്കുന്നുള്ളൂ. അതും അങ്ങനെ 2 അലിഖിതമായ നിയമങ്ങൾ ചെൽസിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് കിട്ടും. പിന്നെ അധികം സാലറി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അഥവാ ഒരു പ്ലെയർ പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു പ്ലെയറിന്റെ ഫോം നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്തിയിട്ടില്ല, എത്താൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ ആ പ്ലെയറിനെ വിൽക്കാൻ വേണ്ടി ട്രാൻസ്ഫർ മാർക്കറ്റിൽ വെക്കുമ്പോൾ ഒന്ന് ആ പ്ലെയർക്ക് ഏജ് ഇല്ല, 2 ആ പ്ലെയറുടെ സാലറി എന്ന് പറയുന്നത് അത്ര വലിയൊരു അസ്ട്രോണമിക്കൽ ഫിഗറും അല്ല. അപ്പോൾ വാങ്ങാൻ വരുന്ന ക്ലബിന് ഒബ്വിയസ്ലി ആ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നടക്കുകയും ചെയ്യും. അത് പ്രോഫിറ്റിൽ തന്നെ നടത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ ഉള്ള ഏറ്റവും നല്ല യങ് പ്രോസ്പെക്ട്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ചെൽസി പോലത്തെ ഒരു ക്ലബിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ കളിക്കാനുള്ള സാധ്യത കിട്ടുമെന്ന് കാണുമ്പോൾ ഒബ്വിയസ്ലി മറ്റ് ക്ലബ്ബുകളെ സ്കിപ്പ് ചെയ്തിട്ട് ചെൽസിയിലേക്ക് പ്ലേയേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 1-2 അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനൊരു പരിധി വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഒരു ബൗണ്ടറി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വളരെ വലിയ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം 19 പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാം 15, 17 വയസ്സ് തൊട്ടുള്ള പ്ലേയേഴ്സ്. ഇവര് 19 ആവുമ്പോൾ ആരെ കളിപ്പിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും. കാരണം കളിപ്പിക്കാതിരിക്കുമ്പോൾ ഇവരെ കളി ഡെവലപ്പ് ആവില്ലെങ്കിൽ ഒബ്വിയസ്ലി ട്രാൻസ്ഫർ ഫീയും കൂടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ 1-2 കളി ഭയങ്കരമായ പെർഫോമൻസ് കാണിക്കും, അടുത്ത 2-3 കളി ഒരു പെർഫോമൻസും ഇല്ല, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരിക. അങ്ങനെയൊക്കെ വരുന്നതാണ് ചെൽസി കോച്ചസ് നേരിടുന്ന പ്രശ്നം. കാരണം കയ്യിൽ ഇതാണുള്ളത്. ഈ ഒരു കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെൽസി ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു പെർഫോമൻസ് കിട്ടില്ല. കാരണം എക്സ്പീരിയൻസ് ഇല്ല.
അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ വേണം എന്നുള്ളതാണ് ആവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 10-30 പ്രായം കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ വേണം എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു ബാലൻസ് വരണം. ആ ബാലൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ. എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതിൻ്റെ കൂടെ തന്നെ വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇമ്പാക്റ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ പറയുന്ന സാലറി കൊടുക്കണം. ഇപ്പോൾ ചെൽസി കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഗോൾ അടിക്കാൻ അറിയുന്ന സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. ഗോൾ അടിക്കാൻ അറിയുന്ന സ്ട്രൈക്കർ മാർക്കറ്റിലുണ്ട്, പക്ഷെ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 150,000 പൗണ്ട് എന്ന് പറയുന്നതിൻ്റെ മേലെ സാലറി കൊടുക്കണം. അത് കൊടുക്കാൻ ക്ലബ്ബ് തയ്യാറല്ല. അപ്പം അങ്ങനത്തെ എല്ലാവർക്കും അങ്ങനെ കൊടുത്ത് വാങ്ങണമെന്നല്ല, ഒരു ഡിഫറൻസ് മേക്കേഴ്സ് ആയിട്ട് സ്പൈനിൽ ഒരു സെൻറ്റർ ബാക്ക്, മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിൽ അത്രയും ഇമ്പാക്ട് മേക്കേഴ്സ് ആയിട്ടുള്ള ഒരാൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ 1, 2, 3 പ്ലേയേഴ്സിനെ ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതും ഇപ്പോൾ ചെൽസിയിൽ കിട്ടുന്നില്ല, കാരണം അങ്ങനത്തെ പ്ലേയേഴ്സിനെ വാങ്ങാനുള്ള പോസിബിലിറ്റി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ ഡിപ്പെൻഡൻ്റ് ഓൺ ഡാറ്റയാണ്. അതായത് ഇപ്പോൾ ബ്രൈറ്റൺ പോലത്തെ ഒരു ക്ലബ്ബൊക്കെ ആ ബ്രൈറ്റൺ മോഡലാണ് അവർ മെയിനായിട്ട് കോപ്പി അടിക്കാൻ നോക്കുന്നത്. ഡാറ്റ വെച്ചിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക, പ്ലേയേഴ്സിൻ്റെ ഡാറ്റ മാത്രമാണ്, അതായത് ആ ഒരു കാര്യം മാത്രമാണ് പ്ലേയേഴ്സിനെ വാങ്ങാനും വിൽക്കാനും വേണ്ടി വെക്കുമ്പോൾ ഉള്ള ഒരേ ഒരു കാര്യം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്നത് കളിക്കുന്ന മനുഷ്യന്മാരാണ്, പ്ലേയേഴ്സ് മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ഡാറ്റ എന്നതിനേക്കാൾ ഉപരി ഈ ഒരു ഹ്യൂമൻ സൈക്കോളജി കൂടി അവിടെ നോക്കണം. അത് നോക്കാതെ പ്ലേയേഴ്സിനെ വാങ്ങുമ്പോഴാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. കാരണം ഡാറ്റ നോക്കുമ്പോൾ നല്ല പ്ലെയറാണ്, പക്ഷേ ഓൺ ദ പിച്ച് പെർഫോമൻസ് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഇഷ്യൂസൊക്കെ പ്ലേയേഴ്സിന് വരുമ്പോൾ അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പെർഫോമൻസ് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനും കൂടി ചെൽസിയിൽ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. അതുപോലെ ഈ മാനേജ്മെൻറ്റ് കീഴിൽ ഇപ്പോൾ 4ാമതായിട്ട് നടക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസർ. അതൊരു മേജർ റവന്യൂ സോഴ്സാണ്. ഒരു $50-60 മില്യൺ പൗണ്ട് പെർ സീസൺ കിട്ടേണ്ട ഒരു ഏരിയയാണ് ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസർ. അത് ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ 2 സീസണായിട്ട് ഒരു സ്പോൺസർ ഇല്ലാതെ, മെയിൻ സ്പോൺസർ ഇല്ലാതെയാണ് ചെൽസി എല്ലാ കളിയും കളിക്കുന്നത്. അപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് അടിച്ചിട്ട് പോലും ഒരു ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസറിനെ കിട്ടുന്നില്ല എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാളിച്ചയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നല്ല റെനോവേറ്റഡ് ആയിട്ടുള്ള സ്റ്റേഡിയം, അങ്ങനെ ഒരു സ്റ്റേഡിയം പ്ലാൻ. കാരണം ഇപ്പം കളിക്കുന്നത് വെറും 40,000-44,000 സീറ്റ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിലാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെൽസിയുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു നമ്പറാണ്. ഈവൻ അതിനേക്കാൾ കൂടുതൽ വെസ്റ്റാമിനെ പോലത്തെ ക്ലബ്ബുകൾക്ക് അതിനും വലിയ സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ എല്ലാ ക്ലബ്ബുകളാണെന്നുണ്ടെങ്കിലും ടോട്ടനം പുതിയ സ്റ്റേഡിയം പണിഞ്ഞു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പുതിയ സ്റ്റേഡിയം വരുന്നു, സിറ്റി പുതിയ സ്റ്റേഡിയം പണിഞ്ഞു, ആർസണൽ പുതിയ സ്റ്റേഡിയം പണിഞ്ഞു, അപ്പുറത്ത് റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഒക്കെ അവരുടെ സ്റ്റേഡിയം റെനോവേഷൻ, AC മിലാൻ്റെയും ഇന്റർ മിലാൻ്റെയും സ്റ്റേഡിയം വരെ പുതുതായിട്ട് റെനോവേറ്റ് ചെയ്യാനുള്ള ഡീലും കാര്യങ്ങളും എഗ്രിമെൻ്റ് ആയി. പക്ഷേ ചെൽസിക്ക് മാത്രം ഈ ഒരു പ്രശ്നം വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനി ഒരു പരിപാടി നടക്കില്ല, താഴത്തേക്കും പോകാൻ പറ്റില്ല, മേലേക്കും പോകാൻ പറ്റില്ല, സൈഡിലേക്കും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാരണം താഴെ ട്യൂബ് ടണൽ നെറ്റ്വർക്കാണ് ഇംഗ്ലണ്ടിൻ്റെ, അത് അങ്ങോട്ട് കുഴിക്കാൻ പറ്റില്ല. മേലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് നിൽക്കുന്നത് ലണ്ടൻ്റെ ആ ഒരു സ്പോട്ടിലായതുകൊണ്ട് തന്നെ മേലേക്കുള്ള കൺസ്ട്രക്ഷൻ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി മാക്സിമം കവർ ചെയ്താണ് ഇപ്പം നിൽക്കുന്നത്. 2 സൈഡിലേക്കും പോകാൻ പറ്റില്ല. ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ സെമിത്തേരിയാണ്, മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് ട്രെയിൻ നെറ്റ്വർക്കാണ്, റെയിൽവേ ലൈനാണ്. അപ്പോൾ അവിടേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ആകെ ഒരു ചെറിയ ആ ഗ്യാപ്പിൽ ഇനി ഒന്നും കൂട്ടാൻ പറ്റില്ല. മാക്സിമം ഒരു 55,000 സീറ്റ് കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ചെൽസി ഇതൊക്കെ റിനോവേറ്റ് ചെയ്ത് 3 കൊല്ലം കൊണ്ട് 55,000 എത്തുമ്പോഴേക്ക് ബാക്കിയുള്ള 1,00,000 വലിയ കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയങ്ങൾ പണിയാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും നമ്മൾ ചെറുതായി പോകും. പകരം എൽസ്കോട്ട് അവൈലബിൾ ആയിരുന്നു, ഒരു പണി നടന്നില്ല. അവർ ഹൗസിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ സാങ്ഷൻ ചെയ്തു, അതും പോയി. ഇനി എവിടെ സ്റ്റേഡിയം വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനും മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരവില്ല. കാരണം മാനേജ്മെൻറ്റ് തമ്മിൽ തന്നെ ഒരു ചെറിയൊരു തർക്കം നടക്കുകയാണ്. ഇപ്പോൾ ടോഡ് ബോലിയുടെ കൺസോർഷ്യം, അതുപോലെ തന്നെ ക്ലിയർ ലേക്ക് ക്യാപിറ്റൽ, ഇവർ തമ്മിൽ തന്നെ ഒരു ചെറിയൊരു പരസ്പര എന്താ പറയുക, ഒരു ഗോസിപ്പ് ഇഷ്യൂസ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും അങ്ങനത്തെ ഈ ലൈനിൽ, അതായത് ഒരു ബിസിനസ് ലൈനിൽ നോക്കേണ്ട ഒരു കാര്യങ്ങളും നടപടി ആവുന്നില്ല എന്നുള്ളതും ചെൽസി നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എൻസോ മെറസ്കയെ സാക്ക് ചെയ്തു എന്നുള്ള ന്യൂസ് ഇപ്പോൾ ചെൽസി ഫാൻസിൻ്റെ ഇടയിൽ ഒരു മിക്സഡ് റിവ്യൂ ആണുള്ളത്. കുറച്ച് പേര് എൻസോ മെറസ്കയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറച്ച് പേര് പുള്ളിയുടെ ടാക്ടിക്കൽ ഡിസിഷൻസും അതുപോലെ തന്നെ റൊട്ടേഷണൽ പോളിസിയൊന്നും അത്ര നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു കോച്ചിൻ്റെ പ്രശ്നമല്ല. കോച്ച് മാറിയതുകൊണ്ട് ചെൽസിൻ്റെ പ്രശ്നങ്ങൾ മാറാനും പോകുന്നില്ല. കാരണം അടുത്ത കോച്ച് വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി അടുത്ത കോച്ച് വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആരായിരിക്കും വരിക? ഇപ്പോൾ സ്ട്രാസ്ബോർഗിൻ്റെ, ഇപ്പോൾ ചെൽസിയുടെ മൾട്ടി ക്ലബ് മോഡൽ എന്ന് പറയുന്ന
ചെൽസിയുടെ സിസ്റ്റർ ക്ലബ്ബായിട്ടുള്ള സ്ട്രാസ്ബോർഗിന്റെ കോച്ചായിട്ടുള്ള ലിയാം റൊസിനിയറിനെ ആയിരിക്കും മിക്കവാറും കൊണ്ടുവരിക. പുള്ളിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവർ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു പപ്പറ്റിനെ കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ചെൽസിയിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ചെൽസിയിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് മാറണം. അതായത് ഒന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഓണേഴ്സ്, ബ്ലൂക്കോ എന്ന് പറയുന്ന 10 കൊല്ലത്തേക്ക് ചെൽസിന് വിൽക്കാൻ പറ്റില്ല, പക്ഷേ ബ്ലൂക്കോ എന്ന് പറയുന്ന കറന്റ് കൺസോർഷ്യത്തിന് എടുത്തിട്ട് വേറൊരാളെ കയ്യിൽ കൊടുക്കാം എന്നേ ഉള്ളൂ. ചെൽസിന് വിൽക്കാം, രണ്ടാമതൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം അടുത്ത 10 കൊല്ലത്തേക്ക് കോൺട്രാക്റ്റിലുണ്ട്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഈ കൺസോർഷ്യത്തിന് എടുത്തിട്ട് മൊത്തത്തിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഇവർക്ക് ഇവരുടെ ഇൻഡിവിജ്വൽ ഷെയർ വിൽക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് നോക്കുക. പക്ഷേ അതും എഗെയിൻ അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം 4 കൊല്ലം കൊണ്ട് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇവർ വന്നേക്കുന്നത്. 10 കൊല്ലത്തെ ആ ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് അങ്ങനെ ഒരു കാര്യം എഴുതി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവർക്ക് ഇവരുടെ ബിസിനസ് ആയിട്ടുള്ള, അതായത് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് പോലെ ഇതിനെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്ന് പ്രോഫിറ്റബിൾ ആക്കി അതിനെ വിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഇവർ സ്വമേധയാ വിൽക്കാനുള്ള എന്തായാലും അടുത്തൊരു 10 കൊല്ലത്തേക്ക് അതിനുള്ള സാധ്യതയില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇവരുടെ സ്ട്രാറ്റജി അത് മൊത്തത്തിൽ പൊളിച്ചു പണിയേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ദർ ഹാസ് ടു ബി എ ബാലൻസ്. അതായത് ആ എക്സ്ട്രീമും പിടിക്കേണ്ട, ഈ എക്സ്ട്രീമും പിടിക്കേണ്ട, അതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ യൂത്ത്ഫുൾ സ്ക്വാഡ് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ്തവാനെ പോലെ അല്ലെങ്കിൽ കോൾ പാപ്പറിനെ പോലെയുള്ള ജനറേഷണൽ ടാലന്റിനെ നമുക്ക് സ്കൗട്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു 100-150 മില്യൺ കൊടുക്കുന്നതിന് പകരം ഒരു 30 മില്യൺ 40 മില്യൺ 50 മില്യൺ ആ പ്ലേയേഴ്സിനെ കിട്ടുമെങ്കിൽ അത് വലിയൊരു സക്സസ് ആണ്, അത് വലിയൊരു പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് നല്ലതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അതിനൊരു കൗണ്ട് വേണം, ഒരു നമ്പർ, ഒരു പരിധി അതിന് വേണം. ഒരുപാട് പ്ലേയേഴ്സിനെ വാങ്ങി പരീക്ഷിക്കുന്നതിൻ്റെ പകരം ഉറപ്പുള്ള ഇങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ പിന്നാലെ പോവുക, അവരെ കൊണ്ടുവരിക, കളിപ്പിക്കുക. അതുപോലെ തന്നെ യങ് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ യൂത്ത് സ്ക്വാഡ് ആകുമ്പോൾ, യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ആകുമ്പോൾ അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടും. വളരെ നല്ല എന്താ പറയുക, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് നമുക്ക് കളിക്കാൻ പറ്റും. അതൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ 35-36 വയസ്സുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇപ്പോൾ കഴിഞ്ഞൊരു 5 കൊല്ലത്തെ ടോപ്പ് ലെവൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ്, അങ്ങനത്തെ പ്ലേയേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിക്ടർ ഒസിമൻ കഴിഞ്ഞ സീസണിൽ അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്, ക്വാളിറ്റി പ്ലെയറാണ്, വന്ന ഉടനെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അപ്പോൾ അതുപോലത്തെ പ്ലേയേഴ്സ്, ഇപ്പോൾ റാഫേൽ ലിയാവോനെ പോലത്തെ ഒരു വിങ്ങർ, അല്ലെങ്കിൽ എന്താ പറയുക ബസ്തോണിയെ പോലത്തെ ഒരു സെൻറ്റർ ബാക്ക്, അങ്ങനത്തെ പ്ലേയേഴ്സ്, ആ ഒരു ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ റോഡ്രിഗോ ഉണ്ടായിരുന്നു, റോഡ്രിഗോ ഓൾമോസ്റ്റ് റയൽ മാഡ്രിഡിൽ നിന്ന് പോവുകയാണെന്നുള്ള റൂമേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ റോഡ്രിഗോനെ പോലത്തെ പ്ലേയേഴ്സ്, അങ്ങനത്തെ ഇത് എല്ലാ പൊസിഷനിലും വേണ്ട. ഇങ്ങനത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 3-4 പൊസിഷൻസ്, അതിൽ മാത്രം കളിക്കാവുന്ന 3-4 പേരെ, അങ്ങനെ ഇവരെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ 150,000 എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ആ ഒരു പ്ലേയേഴ്സിന് മാത്രം, വളരെ കുറച്ച് അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പാക്റ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു 3-4 പ്ലേയേഴ്സിനെ ഇതിൻ്റെ കൂടെ കൊണ്ടുവരിക എന്നുള്ളത്. അതിൻ്റെ പുറമെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിംഗ് ഡിസിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെ ടാക്ടിക്സ്, സെലക്ഷൻ, റൊട്ടേഷൻ, ടാക്ടിക്സ്, ഈ സാധനങ്ങളെല്ലാം കോച്ചിനെ വിശ്വസിക്കുക. നിങ്ങളൊരു കോച്ചിനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി കോച്ച് ചെയ്യട്ടെ എന്നുള്ള, അതിൻ്റെ ഇടയിൽ കയറി ചെയ്യരുത്. പുള്ളി കോച്ച് ചെയ്യാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പുള്ളീൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും. കാരണം ചെൽസി എന്ന് പറയുന്നത് അഗെയിൻ ഒരു ചെറിയ ക്ലബ്ബല്ല, ഇറ്റ്സ് നോട്ട് എ മിഡ് ടേബിൾ ക്ലബ്, ഒരു ടോപ്പ് ലെവൽ ടീമാണ്, ഒരുപാട് ഫാൻസ് ഉള്ള ടോപ്പ് ലെവൽ ടീമാണ്. അപ്പോൾ ആ ടീമിൻ്റെതായ എക്സ്പെക്റ്റേഷൻസ് ഫാൻസിന് ഉണ്ടാവും. അപ്പോൾ അത്രയും കാലം കഴിഞ്ഞ് 10-20 കൊല്ലമായിട്ട് കപ്പുകൾ അടിക്കുക എന്നുള്ള മാത്രം കണ്ട് ശീലിച്ച ഫാൻസ് പെട്ടെന്ന് വന്നിട്ട് മിഡ് ടേബിൾ പൊസിഷൻ, കോൺഫറൻസ് ലീഗ്, യൂറോപ്പ ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു എഗ്രിമെൻറ്റ്, അതായത് ഈ എക്സ്ട്രീമിൽ നിന്നും ആ എക്സ്ട്രീമിൽ നിന്നൊക്കെ മാറി കറക്റ്റ് നടുക്ക് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോഡൽ ഇനി ചെൽസിയിൽ ഒതുങ്ങുന്നതല്ല. ഈ ചെൽസിയിൽ ഈ കാണുന്ന ഈ മോഡൽ ആക്ച്വലി ഓൺ പേപ്പർ ബിസിനസ് പരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളും ഇത് അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഡേൺ കോച്ചസ് അവരും ചെറിയൊരു തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നേ പറ്റൂ. കാരണം ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചസ് വന്നിട്ട് ക്ലബിൻ്റെ അടുത്ത് പറയാം, ഓക്കെ ഇന്ന പ്ലെയറിനെ വേണം, വരുന്നു, സൈൻ ചെയ്യുന്നു, കളിപ്പിക്കുന്നു. അതിന് പകരം ഓക്കെ അത്ര ഒരു വലിയൊരു ഇൻവോൾവ്മെൻറ്റ് പല ഡിസിഷൻസിലും കോച്ചസിന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം കോച്ചസും മനസ്സിലാക്കി അവരും ഇതിൻ്റെ ഒരു മിഡിലിൽ എഗ്രിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ
അവരുടെ ടാക്ടിക്കൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഇതിലും കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് ഇനി മുന്നോട്ട് ഫുട്ബോളിൽ സംഭവിക്കാൻ പോകുന്ന സാധ്യതകൾ. ഇപ്പോൾ ചെൽസീൻ്റെ അടുത്ത കോച്ച് ആരാന്നുള്ള കാര്യത്തിൽ എന്തായാലും വലിയ പേരുകളൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ ഏത് പേര് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഓണേഴ്സ് ചെറിയ രീതിയിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെൽസി ഫാൻസ്, ഞാനടക്കമുള്ള ചെൽസി ഫാൻസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ചെൽസിയെ തിരിച്ചു കിട്ടൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ഈ വീഡിയോയുടെ നിർത്തുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും കാര്യങ്ങളും കമൻ്റായിട്ടും ലൈക്കായിട്ടും സബ്സ്ക്രൈബായിട്ടും നിങ്ങൾ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.